സിനിമുട്ടായിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് പച്ചയായ ജീവിത യാഥാർത്ഥ്യം. ഇത് നമ്മൾ കണ്ടുവരുന്ന ഒരു യാഥാർത്ഥ്യം. അത് ഒരു അധ്യാപകൻ രാവിലെ നടക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തിനോട് ഒപ്പം ജോലി ചെയ്തിരുന്ന മറ്റൊരു അധ്യാപകനെ വഴിക്ക് വെച്ചിട്ടാണ്. അപ്പോൾ ഇദ്ദേഹം ചോദിക്കുന്നു, ആട്ടെ നിങ്ങൾ ഇപ്പോൾ റിട്ടയർ ചെയ്തിട്ട് ഇപ്പം എന്ത് ചെയ്യുന്നു? അത് ഞാനിപ്പോൾ ഒരു ചെറിയ ഒരു ഏജൻറ്റ് ഇവിടെ ഓഫീസിൽ ജോലിക്ക് പോകുന്നുണ്ട്. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? അപ്പോൾ പറയാം, അവനിപ്പോൾ BEdന് പഠിച്ചുകൊണ്ടിരിക്കുക. അവൻ എൻജിനീയറിംഗ് ഒന്നും ചേർത്തില്ലേ? അപ്പോൾ ഇല്ല, അതിനൊക്കെ കാര്യങ്ങളൊന്നും ഇല്ല. അവനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ്, അതുകൊണ്ട് അവന് BEdനാണ് താല്പര്യം എന്ന് പറഞ്ഞു. അവനത് എൻ്റെ പ്രൊഫഷൻ തന്നെ മതിയെന്ന് അവന് പറഞ്ഞു. അതുകൊണ്ട് നിർബന്ധമായിട്ടും അവനത് BEd എഴുതി ഇപ്പോൾ ഫൈനൽ ഇയർ ആകാറായി. എൻ്റെ മകൻ അങ്ങനെ അല്ല കേട്ടോ. അവന് അല്പം ഒരു IQ കൂടുതലുള്ളവയാണ്. അവനത് എൻജിനീയറിങ്ങിന് ഇപ്പോൾ ഫൈനൽ ഇയർ പഠിക്കുകയാണ്. കോളേജിൽ നമ്പർ 1 ആണ്. എൻ്റെ മറ്റേ അദ്ദേഹം പറഞ്ഞു, സാറിൽ ഭാഗ്യവാൻ, എന്തായാലും മകനെ അത്രയും നല്ലൊരു അടിത്തറ ഉണ്ടാക്കാൻ കഴിയുമല്ലോ. ഞാൻ അവനെ അങ്ങനെ വളർത്തിയത്. ഞാൻ അവനെ ആവശ്യമില്ലാത്തൊരു കമ്പനിയിൽ ഞാൻ അയക്കത്തില്ല. അവൻ്റെ കൂടെ എപ്പോഴും ഞാനുണ്ടാവും. അവന് അങ്ങനെയുള്ള ഒരു കൂട്ടുകെട്ടോ കൂട്ടുസെറ്റോ ഒന്നും അവനില്ല. അതുകൊണ്ട് അവൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധയുണ്ട്. അവനിപ്പോൾ അതുകൊണ്ട് നല്ലപോലെ പഠിക്കുന്നു. ശരി, അവൾക്ക് കാണാം. രണ്ട് വഴിക്ക് വരും. കുറച്ച് നാൾ കഴിഞ്ഞ് ആൾ വീണ്ടും വേറെ കണ്ടുപോകും. അപ്പോൾ തൻ്റെ മകൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? അവനെ പറയുക BEd പാസ്സായി. അവനിപ്പോൾ ഒരു സ്കൂളിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്യുക. ഇക്കാലത്തൊരു അധ്യാപകനൊക്കെ എന്തോ കിട്ടുകൊടുക്കും. എൻ്റെ മോനിപ്പം ഒരു MTech BTech പാസ്സായി. അവനിപ്പോൾ ബാംഗ്ലൂർ വലിയ കമ്പനിയിൽ ജോലി ചെയ്യുക. അവന് മാസം ഇപ്പം ഒരു 1.5 ലക്ഷം രൂപയോളം ശമ്പളവും. അങ്ങനെയൊക്കെ വേണം ആ പിള്ളേരെ നമ്മൾ വളർത്തേണ്ടത്. ഞാൻ കാണിച്ചത് മണ്ടത്തരമായിരിക്കും. ഓരോരുത്തർക്കും ഓരോ വിധിയാണല്ലോ സാർ. ഞാനിപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട്. അത് ഞാനിപ്പോൾ ഒരു സ്ഥാപനത്തിൽ പോകുന്നുണ്ട്. അതൊരു ഫ്രീ സർവീസാണ്. അത് ശരി. ശരി, വീണ്ടും ഒരു പിരിയും. കുറച്ച് നാൾ കഴിഞ്ഞ് ഇയാൾ വീണ്ടും വഴിക്ക് വെച്ച് കാണുന്നു. ഇവിടെ തൻ്റെ മകനിപ്പം എന്താ, ഏത് സ്കൂളിലാണ്? BEd സ്കൂളിലാണ്. അവനിപ്പോൾ ഒരു കല്യാണമൊക്കെ കഴിക്കും. അവളും ടീച്ചറാണ്. അവർ രണ്ടുപേരും ഉണ്ട്. ഒരു കൊച്ചൊരു ജീവിതം അവർ നയിക്കും. എന്തോ ആവുള്ളൂ. എൻ്റെ മോനിപ്പം അമേരിക്കയിലാണ്. അവനിപ്പോൾ അവൻ്റെ സാലറി എത്രയാണെന്ന് അറിയാം? 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ മന്ത്ലി അവൻ്റെ സാലറി, ഫ്രീ അക്കോമഡേഷൻ. സാറിന് ഭാഗ്യവാനായിരുന്നു. ഞാനങ്ങനെ അവനെ വളർത്തി. അവനത് എന്തായാലും അവനിപ്പോൾ മാസം തോറും 5 ലക്ഷം രൂപ ശമ്പളമുണ്ട്. അവനിക്കൊരു അഭിമാനമുണ്ട് അവൻ്റെ കാര്യത്തിൽ. സാറിന് ഭാഗ്യവാനാണ്. വീണ്ടും പോകും. വീണ്ടും കുറച്ച് നാൾ കഴിഞ്ഞ് ഇദ്ദേഹത്തെ വഴിക്ക് വെച്ച് കാണും. അദ്ദേഹം പഴയ കണക്ക് വലിയ ഊർജ സ്വന്തമല്ല. വേറെ ഭാവമൊന്നും അദ്ദേഹത്തിനില്ല. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, സാറിൻ്റെ മകനിപ്പോൾ ഒരു 10 ലക്ഷം പോലും ശമ്പളം കിട്ടി കാണുമല്ലോ അല്ലേ? അവരുടെ കാര്യമില്ലേ? അതൊക്കെ എന്നെ നടക്കും. വളരെ നിരാശമായിട്ടുള്ള ഇതാണ്. നിങ്ങളുടെ മകൻ ആദ്യപ്പോൾ ഒരു കുഞ്ഞൊക്കെയായി. അവരുടെ കുടുംബം നേരാമ്പണ്ണം കൊണ്ടുപോകുന്നുണ്ട്. അവനിപ്പോൾ വീട്ടിലുണ്ട്. എല്ലാ കാര്യങ്ങളും അവനോട് ചേർന്ന് നമ്മളെ സഹായിക്കുന്നുണ്ട്. സമാധാനമായിട്ട് ജീവിക്കും. അതൊക്കെയാണ് ഒരു ജീവിതം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നിരാശ എന്താണെന്ന് മനസ്സിലാക്കി ഇയാൾ പെട്ടെന്ന് അയാളുടെ വേറെ സുഹൃത്തിനെ കണ്ട് ചോദിച്ചു, എന്തുവാ നമ്മുടെ സാറിന് എന്ത് പറ്റി? അദ്ദേഹത്തിൻ്റെ മകൻ അമേരിക്കയിലൊക്കെ ഇല്ലേ? അപ്പോൾ മകനെക്കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. ചോദിച്ചപ്പോൾ ഒഴിഞ്ഞു മാറുന്നു. അത് സാർ അറിഞ്ഞതല്ലേ, അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പം അമേരിക്കയിൽ ഒരു മദാമയും കിട്ടി അവിടെ താമസമായി. അവനിപ്പോൾ നാട്ടിലോട്ടൊന്നും വരുന്നൊന്നുമില്ല. അവൻ പറയുന്നത് അച്ഛന് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ അറിഞ്ഞില്ലായിരുന്നില്ലേ? ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ അദ്ദേഹം വളരെ നിരാശനാണ് എന്ന്. അപ്പം ഇദ്ദേഹം ഈ നാട്ടുകാരെയും ആരെയും പരിചയപ്പെടാനോ കൂട്ടുകെട്ടിനോ വിടാതെ ഒറ്റയ്ക്ക് അവനെ അങ്ങ് ഒരു കൂട്ടിലിട്ട് വളർത്തി അവനെ വിദേശത്തേക്ക് പഠിക്കാനും വിട്ടു. അവനവിടെ ചെന്ന് അവന് പുതിയ ബന്ധങ്ങളും
ഒക്കെ അവരുടെ ജീവിതത്തിൽ മാറ്റി പറഞ്ഞു. അവരൊരു മദാമയും കിട്ടി അവിടെ. ഇദ്ദേഹത്തിൻ്റെ മകനെ BS ഒക്കെ പഠിപ്പിച്ച് അയാളോടൊപ്പം നിർത്തി അവരുടെ ഒരു കൊച്ചു കുടുംബത്തെ വളരെ സന്തോഷവാനായിട്ട് അവർ കഴിഞ്ഞു. ഇന്ന് പല വീട്ടിലും നമ്മൾ രക്ഷാകർത്താക്കൾ മാത്രമാകുന്നത് എന്തുകൊണ്ടാണ്? അവനെ ഒരു കുടുംബത്തിൻ്റെ ഒരു അറ്റാച്ച്മെൻറ്റും അവനെ പഠിപ്പിക്കുന്നില്ല. അവനെ ഒരു കൂട്ടിലകത്ത് വളർത്തുന്ന പോലെ അവനെ ബിടെക്കേട് എംടെക്കേട് പിന്നെ സർവ്വ കോഴ്സുകളും പഠിപ്പിച്ച് അവനെ അങ്ങ് വലിയ ആളാക്കാൻ പോവുകയാണ്. വലിയ ആളായി കഴിഞ്ഞാൽ അവൻ തിരികെ പോകും. ഇന്നിപ്പോൾ ഓൾഡ് ഹോം അങ്ങ് ഏറ്റവും കൂടുതൽ വരാനുണ്ടാകുന്ന സാഹചര്യം എന്താണ്? അപ്പോൾ പിന്നെ അതിൻ്റെ മറുവശം എന്ന് പറയുന്നത് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഓഫീസിൽ പോയി ജോലി ചെയ്യുന്നു, ഫ്രീ സർവീസ് ആണെന്നുള്ളതാണ്. അതൊരു ഓൾഡ് ഏജ് ഹോമാണ്. അദ്ദേഹത്തിൻ്റെ ഫ്രീ സർവീസിൽ അവിടെ പോയിരുന്നു, അവിടെ ജോലി ചെയ്യുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം കണ്ടൊരു കാഴ്ചയെന്ന് പറയുന്നത് ഈ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ച ശേഷം അദ്ദേഹം ഈ ഓൾഡ് ഏജ് ഹോമിൽ മെമ്പർഷിപ്പ് താമസിക്കാനായിട്ട് വരികയാണ്. സമ്പത്തൊക്കെ ഉണ്ട്, അവിടെ ഇത്ര ഡെപ്പോസിറ്റ് ചെയ്ത് അവിടെ താമസിക്കാം. അപ്പം ഇദ്ദേഹം അവിടുന്ന് കടകെഴുന്ന ആളാണ്. ഇദ്ദേഹം കണ്ടു, അത് പരിചയപ്പെട്ടു. സാറിനെ മനസ്സിലായില്ലേ? ആ, എനിക്ക് മനസ്സിലായിടൂ. അപ്പം അയാൾ കരയുക ചെയ്ത്. താനും മക്കളെ BEdലൊക്കെ പഠിപ്പിച്ചപ്പോൾ ഞാൻ എൻ്റെ മകനെ വലിയ തോതിൽ എൻ്റെ അഭിമാനത്തോട് പറഞ്ഞ് അവനിപ്പം ഇങ്ങോട്ട് വരുന്നില്ല. അവൻ പറഞ്ഞ അച്ഛൻ പോയി കാശ് എന്താണെന്ന് വെച്ചാൽ തന്നേക്കാം, ഓൾറെഡി അവൻ തന്നെ ബുക്ക് ചെയ്ത്. ഞാനിപ്പം ഇവിടെ വരാൻ തീരുമാനിച്ചു. അല്ലാതെ എനിക്ക് മാർഗം ഭാര്യ വരും, എനിക്ക് മറ്റ് മാർഗങ്ങളില്ല. ഞാൻ എന്തായാലും ഇവിടെ അന്തേവാസിയാണ്. എന്തായാലും താൻ ഇവിടെ ഒരു ആളായിട്ട് എനിക്ക് കൂട്ടിനുണ്ടാവുമല്ലോ, ഒന്നുമില്ല പാൽ സമയത്തേക്ക് നിങ്ങളെ കാണാവും. അപ്പം ഇദ്ദേഹം ഒരു നിമിഷം ആലോചിച്ചു, സ്വന്തം മക്കളെ വലിയ തോതിൽ വലിയ മേഖലകളിലേക്ക് പറഞ്ഞയക്കാൻ നിർബന്ധം കൊള്ളുന്ന ഈ രക്ഷകർത്താക്കൾ, അവരുടെ അവസാനത്തെ ആ ജീവിതം എന്ന് പറയുന്നത് കൊച്ചുമക്കളെ തലോലിക്കാനോ അല്ലെങ്കിൽ മക്കളുമായിട്ട് ഒന്ന് സ്നേഹം പങ്കിടാനോ ഒന്നും അവരെ കിട്ടുന്നില്ല. അപ്പോൾ എന്തിനു വേണ്ടി പഠിപ്പിച്ചു? ഒരാളുടെ തമാശയ്ക്ക് മതി. ഇയാളെന്തിന് ഇയാളെ മോനെ വീട്ടൊക്കെ ആക്കാൻ പോയി, എഞ്ചിനീയർ ആക്കാൻ പോയി, അവന് മമ്മൂട്ടി എടുത്ത് കൊടുത്ത് അവൻ്റെ നാട്ടിൽ നിങ്ങളുടെ നാട്ടിൽ മമ്മൂട്ടി പണി പഠിപ്പിച്ചിരുന്നെങ്കിൽ അവൻ നിങ്ങളുടെ വീട്ടിൽ കണ്ടേനെയായിരുന്നു. 10ാം ക്ലാസ് തോറ്റാലും അവൻ കിടന്നേനെ. നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും ആളാവും, കൃഷിയൊക്കെ ആയിട്ട് അവൻ ജീവിച്ചേനെ. നിങ്ങളവനെ വേണ്ടി ആളാക്കാൻ പോയി, നിങ്ങൾ പരാതനായി, നിങ്ങൾ ഓൾഡ് ഏജ് മെമ്പർഷിപ്പ് എടുത്ത് നിങ്ങൾ അവിടെ കിടക്കേണ്ട അവസ്ഥ വന്നില്ലേ? എല്ലാവരും ഇതൊന്നും അല്ല കേട്ടോ. എങ്കിലും ഇതിൽ ഒട്ടുമൊക്കെ ആളുകളും ഇങ്ങനെ ഒരു ഏകാന്തത അനുഭവപ്പെടുന്ന കുടുംബങ്ങൾ ഇന്ന് കേരളത്തിൽ മുമ്പ് പോലെ മുളച്ചു വരിക. എല്ലാവരും അതിനെക്കുറിച്ചിട്ട് മനസ്സിലാക്കുക. നമ്മുടെ മക്കളെ സ്നേഹിക്കാനും നമ്മളോടൊപ്പം ചേർത്ത് നിർത്തി അവരെ ആവസിപ്പിച്ച് എല്ലാ ആ ബന്ധങ്ങളെയും മനസ്സിലാക്കി കൊടുക്കുവാനും നിങ്ങൾ ശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കും. നന്ദി, നമസ്കാരം.